ഭഗവത്ഗീതയുടെ 3-ാമത്തെ അധ്യായമാണ് ഇന്നു മുതൽ നമുക്ക് സമാരംഭിക്കാനുള്ളത്. 2 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുകയും അത് റിവൈസ് ചെയ്യുകയും ചെയ്തു. 2-ാമത്തെ അധ്യായം അവസാനിക്കുന്നത് തന്നെ ഏതൊരു സ്ഥിതിയിലാണ് ഒരു വ്യക്തി സ്ഥിതപ്രജ്ഞനായിട്ട് എത്തിച്ചേരുന്നത്, അതിനെ ബ്രാഹ്മി സ്ഥിതി എന്നാണ് ഭഗവാൻ പറയുന്നത്. ബ്രാഹ്മി സ്ഥിതിയിൽ എത്തി ആ ഉറച്ച അവസ്ഥയ്ക്ക് പറയുന്നതാണ് സ്ഥിതപ്രജ്ഞത്വം എന്ന്. പ്രജ്ഞ എന്ന വാക്കിന് അറിവ് എന്നാണ് അർത്ഥം. ബോധം എന്നും അറിവ് എന്നും അർത്ഥമുള്ള പദമാണ് പ്രജ്ഞ. ആ പ്രജ്ഞ ആത്മാവിൽ നിന്ന് അന്യമല്ല. ആത്മാവ് തന്നെ അറിവാണ് ആത്മാവ്. അറിവും ആത്മാവും വേറെ വേറെ വസ്തുവല്ല. ആ ആത്മാവില് അമർന്ന് ഇരിക്കുന്നതിനെയാണ് സ്ഥിതപ്രജ്ഞത്വം എന്ന് പറയുന്നത്. അപ്പൊ അതിനെവിടെ ഭഗവത്ഗീതയിൽ ബ്രാഹ്മി സ്ഥിതി, ഈ ബ്രാഹ്മി സ്ഥിതിയിൽ എത്തിച്ചേർന്നാല് ഏഷാ ബ്രാഹ്മി സ്ഥിതി പാർത്ഥ ന ഏനാം പ്രാപ്യ വിമുഹ്യതി, ഏനാം പ്രാപ്യ ന വിമുഹ്യതി. ഈ സ്ഥിതിയെ പ്രാപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മോഹാവസ്ഥയിൽ നിന്നുള്ള മോചനം ഉണ്ടാകുന്നു. എല്ലാ വ്യക്തികളുടെയും അവസ്ഥ വിമൂഢമായ ഒരു സ്ഥിതിയാണ്. നമുക്ക് പ്രപഞ്ചത്തിന് യാഥാർത്ഥ്യം കൊടുത്തുകൊണ്ട് ആത്മാവിനെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ. അതാണ് നമ്മളുടെ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ വിമോഹാവസ്ഥ എന്ന് പറയുന്നത്. വിമൂഢരാണ് നമ്മൾ എല്ലാവരും. ഉണർന്നിരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഉണർന്നിരിക്കുന്നത് ലോകവിഷയങ്ങളിലാണ്. അതുകൊണ്ട് ഒരു ജ്ഞാനിയുടെ നിലയെ സംബന്ധിച്ച് പറയുന്നത്, ജ്ഞാനി ഉണർന്നിരിക്കുന്നതിൽ ലൗകികൻ ഉറങ്ങുകയാണ്, ലൗകികൻ ഉറങ്ങുന്നതിലെ ജ്ഞാനി ഉണർന്നിരിക്കുകയാണ്. ലൗകികന് പകലായിരിക്കുന്നതിൽ ജ്ഞാനിക്ക് രാത്രിയാണ്, ജ്ഞാനിക്ക് പകലായിരിക്കുന്നതിൽ ലൗകികന് രാത്രിയാണ്. ഈ ഒരു ഉപമ തീർച്ചയായിട്ടും ഏതൊരു അവബോധത്തിലാണ് ഒരു ജ്ഞാനി പ്രതിഷ്ഠിതമായിരിക്കുന്നതെന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നതാണ്. ഈ ബ്രാഹ്മി സ്ഥിതി അന്ധകാലേ അപി, നമ്മൾ മരണാസന്നരായിട്ടിരിക്കുന്ന ആ സമയത്ത് പോലും ഈ ബ്രാഹ്മി സ്ഥിതി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ബ്രഹ്മനിർവാണം അനുഭവിക്കാനായിട്ട് നമുക്ക് പറ്റുന്നു. ബ്രഹ്മാനന്ദം അനുഭവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പറ്റുന്നു. അത് തന്നെയാണ് ശരിക്കും അമർത്യത എന്ന് പറയുന്നത്, ഇമ്മോർട്ടാലിറ്റി. അപ്പൊ ശരീരത്തിന്റെ നാശത്തിനെയാണ് സാധാരണ നമ്മൾ മരണം എന്ന് വിളിക്കുന്നത്. ശരീരം നശിക്കുമ്പോഴും അമർത്യത എന്ന അനുഭവം ബ്രഹ്മാനന്ദ പ്രാപ്തി ലഭിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഞാൻ ബ്രഹ്മം തന്നെയാണ്, ഞാൻ ആത്മാവ് തന്നെയാണ് എന്നുള്ള ബോധ്യം ഒരു വ്യക്തിക്ക് വരുമ്പോൾ ശരീരത്തിന്റെ മരണത്തിലും തൻ്റെ ഉണ്മ ബ്രഹ്മമാണെന്നുള്ള ആത്മാവാണെന്നുള്ള ആ ബോധ്യത്തില് അമർത്യനായിട്ട് തീരുകയാണ് വ്യക്തി ചെയ്യുന്നത്. അതാണ് ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. ഇമ്മോർട്ടാലിറ്റി അല്ലെങ്കിൽ അമർത്യത എന്നത് ശരീരത്തിന്റെ നാശമില്ലായ്മയല്ല. ചില ആളുകൾ ഇപ്പോഴും ശരീരത്തിന്റെ നാശമില്ലായ്മയാണ് അമർത്യത അല്ലെങ്കിൽ അമൃതത്വം എന്ന് കരുതുന്നവരുണ്ട്. അതൊരു തെറ്റിദ്ധാരണയാണ്. ശരീരത്തിന് സ്വാഭാവികമായി നാശമുണ്ടാകും. കാരണം ശരീരം പ്രകൃതിയുടെ ഭാഗമാണ്. പ്രകൃതിക്ക് പരിണാമമുണ്ട്, വിനാശമുണ്ട്, അപക്ഷയമുണ്ട്. പ്രകൃതി സ്വാഭാവികമായിട്ട് പരിണമിച്ച് അത് നശിക്കുന്നതാണ്. അപ്പോ പ്രകൃതിയുടെ ഭാഗമായ ശരീരം എന്നത് എൻ്റെ ശാശ്വതമായ സ്വരൂപത്തിന്റെ മുകളിലുള്ള ഒരു മൂടുപടം മാത്രമാണ്. നമ്മൾ പലപ്പോഴും ശരീരത്തെ ഞാനെന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വ്യവഹാര ജീവിതത്തിൽ ദുഃഖം ഉണ്ടാകുന്നത്.
അപ്പോൾ ഇതൊക്കെ 2-ാം അധ്യായത്തില് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഭഗവാൻ. അർജുനന് അത് ബോധ്യപ്പെട്ടു. അർജുനന് വാസ്തവത്തിൽ കുറച്ചുകൂടി സന്ദേഹമുണ്ടാവുകയാണ് ചെയ്തത്. എന്തെന്നാൽ ഭഗവാൻ 2 നിഷ്ഠകളെ കുറിച്ച് അർജുനനോട് പറഞ്ഞു. ഒന്ന് ജ്ഞാനനിഷ്ഠയും വേറൊന്ന് കർമ്മനിഷ്ഠയുമാണ്. ഈ കർമ്മത്തിന്റെ മാർഗം യോഗികളുടേതാണ്. കർമ്മം നിഷ്കാമമായി അനുഷ്ഠിക്കുമ്പോൾ അത് കർമ്മയോഗയായിട്ട് മാറുന്നു. ഈ കർമ്മയോഗ എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കുമ്പോൾ അത് ചിത്തശുദ്ധീകരണത്തിനുള്ള ഒരു വഴിയാണ്. എന്നാൽ എല്ലാവരും കർമ്മയോഗ അനുഷ്ഠിക്കുന്നവരാണോ ഈ ലോകത്തിലുള്ളവരെല്ലാവരും? അല്ല. ലോകത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും സകാമകർമ്മികളാണ്. എന്തെങ്കിലും ഒരു പ്രതീക്ഷയോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും കർമ്മയോഗയല്ല. കർമ്മയോഗ എന്നതില് നമ്മൾ ബോധപൂർവം ഫലേച്ഛയില്ലാതെ കർമ്മത്തെ അനുഷ്ഠിക്കണം. എങ്കിൽ മാത്രമാണ് അത് കർമ്മയോഗയായിട്ട് മാറുള്ളൂ. അപ്പോൾ അത്രയും അവബോധമുള്ള ഒരു വ്യക്തിക്കാണ് തന്റെ കർമ്മത്തെ കർമ്മയോഗയാക്കി പരിണമിപ്പിക്കാൻ പറ്റുള്ളൂ, മാറ്റാൻ പറ്റുള്ളൂ. ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുമ്പോൾ സ്വാഭാവികമായി അത് ചിത്തത്തെ പ്യൂരിഫൈ ചെയ്യുന്നതായിരിക്കും, ശുദ്ധീകരിക്കുന്നതായിരിക്കും. പക്ഷേ കർമ്മയോഗ ഒരിക്കലും മോക്ഷത്തിന് ഡയറക്റ്റ് ആയിട്ട് കാരണമായിട്ട് വരുന്നില്ല. കർമ്മയോഗ ചിത്തത്തെ ശുദ്ധീകരിക്കുന്നുള്ളൂ. ചിത്തശുദ്ധിയിലൂടെയാണ് ഒരാൾക്ക് ശ്രവണം, മനനം, നിധിധ്യാസനം ഈ 3 ഘട്ടങ്ങളിലൂടെ ജ്ഞാനപ്രാപ്തിക്കുള്ള യോഗ്യത കൈവരിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒരാളുടെ ചിത്തം ശുദ്ധമാകാതെ ഒരു സാധകന് ജ്ഞാനപ്രാപ്തി കൈവരിക്കാനുള്ള യോഗ്യത ലഭിക്കുകയില്ല. അതുകൊണ്ട് ജ്ഞാനപ്രാപ്തി കൈവരിക്കാനുള്ള യോഗ്യതയ്ക്കുള്ള ഒരു ഉപായം എന്ന രീതിയിലാണ് നമ്മൾ ഈ കർമ്മയോഗ ജീവിതത്തിൽ പ്രായോഗികമാക്കി എടുക്കേണ്ടത്, പ്രാവർത്തികമാക്കി എടുക്കേണ്ടത്. അപ്പൊ ശുദ്ധമായ മനസ്സുകൊണ്ട് മോക്ഷം ലഭിക്കില്ല. കാരണം ശുദ്ധമായ മനസ്സും ബന്ധനം തന്നെയാണ്. ശുദ്ധമായ മനസ്സ് സാത്വിക ഗുണത്തോടു കൂടിയ ഒരു മനസ്സാണെങ്കിലും ആ സാത്വിക ഗുണത്തിലും ബന്ധനം അനുഭവപ്പെടും. അതുകൊണ്ട് ചിത്തശുദ്ധീകരണം കൊണ്ട് ഒരാൾക്ക് മോക്ഷം ഉണ്ടാവില്ല. ജ്ഞാനം തന്നെ അതിനാവശ്യമായിരിക്കുന്നു. ആ ജ്ഞാനപ്രാപ്തിക്കുള്ള യോഗ്യത കൈവരിക്കാനാണ് കർമ്മനിഷ്ഠയായിട്ടുള്ള കർമ്മയോഗ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രഥമ ഘട്ടത്തില് അനുഷ്ഠിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് അർജുനന്റെ മനസ്സിൽ സന്ദേഹമുണ്ടായി. അർജുനനോട് കർമ്മയോഗയെ കുറിച്ച് പറഞ്ഞിട്ട് ജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും ഭഗവാൻ പറയുകയുണ്ടായി. സന്യാസ ലക്ഷണത്തോടു കൂടിയിട്ടുള്ള ജ്ഞാനത്തിന് കർമ്മനിരാസമുണ്ട്. ഇവിടെ കർമ്മം എന്ന് പറയുമ്പോൾ വൈദിക കർമ്മങ്ങളും അതിൽ പെടുന്നതാണ്. സാത്വികനായ ഒരു വ്യക്തി യജ്ഞകർമ്മങ്ങൾ ഗൃഹങ്ങളിൽ തന്നെ അനുഷ്ഠിക്കാറുണ്ട്. അഗ്നിഹോത്രം പോലുള്ളവ ചെയ്യാറുണ്ട്. അത്തരം യജ്ഞകർമ്മങ്ങളെയും അഗ്നിഹോത്രത്തെയും ഒക്കെ കർമ്മം എന്ന് തന്നെയാണ് പറയുക. അപ്പോ ആ കർമ്മങ്ങളെയും സന്യസിക്കേണ്ടതുണ്ട് എന്ന് ഭഗവാൻ പറയുകയുണ്ടായി. കർമ്മസന്യാസത്തിലൂടെയാണ് ജ്ഞാനം അതിന്റെ പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് എന്നെ ഈ യുദ്ധമാകുന്ന ഘോരകർമ്മത്തിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ഭഗവാനെ എന്ന് അർജുനൻ ചോദിക്കുന്നത് യുക്തിക്ക് നിരക്കാത്തൊരു ചോദ്യമല്ല, യുക്തിക്ക് ചേരുന്ന ഒരു ചോദ്യം തന്നെയാണത്. അർജുനന്റെ മനസ്സിൽ സ്വാഭാവികമായി വന്ന ആ ചോദ്യം, എന്തിനാണ് എന്നെ പിന്നെ ഈ കർമ്മത്തിന്റെ ലോകത്തേക്ക് പിടിച്ചു വലി. കർമ്മം എന്ന് പറയുമ്പോൾ അർജുനനെ സംബന്ധിച്ചിടത്തോളം യുദ്ധക്കളത്തിൽ ബന്ധുജനങ്ങളോട് ഏറ്റുമുട്ടി അവരെ വധിക്കേണ്ടി വരുമെന്നുള്ള ആശങ്കയും ആ സംത്രാസവുമെല്ലാം അർജുനനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. അതിന്റെ ഹേതു മമതയാണ്. എന്റേതെന്നുള്ള ബോധം, എൻ്റെ ബന്ധുക്കൾ എന്നുള്ള ബോധം, എനിക്ക് പ്രിയപ്പെട്ടവർ എന്നുള്ള ബോധം, ആ പ്രിയപ്പെട്ടവര് നിലനിർത്തണമെന്നും അതാണ് തൻ്റെ കംഫർട്ട് സോണെന്നും സുഖത്തിന്റെ പരിസരമെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് അർജുനൻ യുദ്ധത്തിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അർജുനന്റെ ചിന്തയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്.
അർജുനൻ ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ധർമ്മം വിസ്മരിക്കുന്നു. ഒന്ന് യുദ്ധം എന്ന് പറയുന്നത് അർജുനൻ മാത്രം വിചാരിച്ചാൽ ഒഴിവാക്കാൻ കഴിയുന്ന ഒന്നല്ല. അനേകം മനസ്സുകളിൽ ഒരേ സമയം അഭ്യുദയം ചെയ്ത ഒരു ചിന്തയുടെ പരിണത ഫലമായിട്ടാണ് യുദ്ധം ഉണ്ടായിട്ടുള്ളത്. കാരണം ധാർമ്മികമായി പാണ്ഡവന്മാർക്ക് കിട്ടേണ്ടുന്ന രാജ്യമോ ഇടമോ ജീവിക്കാനുള്ള സാഹചര്യങ്ങളോ ഒക്കെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അതുമാത്രമല്ല, ദുര്യോധനനെ പോലെ സ്വേച്ഛാചാരിയായിട്ടുള്ള ഒരു രാജാവ് അധർമ്മത്തിൽ വ്യാപൃതനായി ലോകഗതി തന്നെ മാറ്റിമറിക്കുമ്പോൾ അതിൽ ഭഗവാൻ ഇടപെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാകുന്നുവോ അപ്പോഴൊക്കെ ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് ഭഗവാൻ അതിൽ ഇടപെടുന്നു. ഈ ഇടപെടലാണ് ഇവിടെ ഭഗവത്ഗീതയുടെ രൂപത്തിലെ അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ നമ്മുടെ ലോകത്തിന്റെ മുന്നിലേക്ക് ആവിഷ്കരിക്കുന്നത്. അപ്പോ 3-ാം അധ്യായം കർമ്മയോഗം. അർജുന ഉവാച, അർജുനന്റെ ഒരു ചോദ്യത്തോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. സാധാരണ ഒരു ചോദ്യത്തോട് കൂടിയിട്ട് തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനന്റെ മനസ്സിൽ ഈ 2-ാമത്തെ അധ്യായം സ്ഥിതപ്രജ്ഞ ലക്ഷണമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും സംശയം ബാക്കിയിരിക്കുന്നു. എത്ര ശ്രവണം ചെയ്താലും നമുക്ക് ആ കാതലായ തത്വത്തെ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ സംശയം ദൂരീകൃതമാവുകയില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും സംശയങ്ങൾ ഉണ്ടായി വരുന്നു. അത് സ്വാഭാവികമാണ്. പക്ഷെ അർജുനന്റെ ചോദ്യത്തിന് ഒരു വിപ്രതിപത്തിയോ അതിനോടൊരു വിരോധമോ താല്പര്യമില്ലായ്മയോ ഒന്നും ഭഗവാൻ കാണിക്കുന്നുമില്ല. ശരിക്കും ഒരു ഗുരുവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ശിഷ്യന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളെ വേണ്ട വിധം പരിഗണിച്ചുകൊണ്ട് ഉത്തരം നൽകുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പോൾ 2-ാമത്തെ അധ്യായത്തില് അർജുനന്റെ ചോദ്യം, അർജുന ഉവാച വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. വ്യാമിശ്രേണ ഇവ വാക്യേന ബുദ്ധിം മോഹയസി ഇവ മേ. ഇത് 2-ാമത്തെ ശ്ലോകമാണ്. 1-ാമത്തെ ശ്ലോകത്തിലേക്ക് തുടങ്ങുന്നത്. അർജുന ഉവാച ജായസി ചേത് കർമ്മണസ്തേ മദാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ജായസി ചേത് കർമ്മണഃ തേ മദാ ബുദ്ധിഃ ജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അർജുന വാച, അർജുനൻ ചോദിച്ചു, ഹേ ജനാർദ്ദന, അല്ലയോ ജനാർദ്ദന, അല്ലയോ കൃഷ്ണ, കർമ്മണഃ ജായസി ബുദ്ധിഃ, കർമ്മത്തെക്കാൾ അധികം ശ്രേഷ്ഠമാണ് ബുദ്ധി. ബുദ്ധി എന്ന് പറഞ്ഞ ജ്ഞാനം. ഇവിടെ ബുദ്ധി എന്ന വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത് ജ്ഞാനത്തിനെ പ്രതീകമാക്കിക്കൊണ്ടാണ്. ഈ ബുദ്ധി എന്നതുകൊണ്ട് ആത്മബുദ്ധി എന്ന് മനസ്സിലാക്കണം. അപ്പൊ അത് ജ്ഞാനമാണ്. നമ്മൾ 2-ാം അധ്യായത്തിൽ പഠിച്ച സാഖ്യബുദ്ധിയാണ് ഇവിടെ ജ്ഞാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോ കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം എന്നാണ് തേ അങ്ങയുടെ മതാചേത് അഭിപ്രായമെങ്കില്, അങ്ങയുടെ അഭിപ്രായം കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനമെങ്കില്, തത് കിം ഘോരേ, എന്തുകൊണ്ടാണ് ആ ഘോരമായിട്ടുള്ള കർമ്മത്തില് മാം നിയോജയസി, നീ എന്നെ നിയോഗിക്കുന്നത്? ആ ചോദ്യം വളരെ റിലവന്റ് ആണ്. ജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറഞ്ഞു ഭഗവാൻ. ജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറഞ്ഞ മാത്രമല്ല, സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു.
അപ്പൊ അർജുനന് ബോധ്യമായി ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ജ്ഞാനം ആണെങ്കിൽ എന്തിനാ പിന്നെ എന്നെ ഈ കർമ്മത്തിലേക്ക് വലിച്ചു വെക്കുന്നത്? ഇവിടെ അർജുനനോട് യുദ്ധായ കൃത നിശ്ചയ, യുദ്ധം ചെയ്യാനുള്ള നിശ്ചയത്തോടു കൂടിയിട്ട് എണീക്കൂ എന്ന് പറയുന്നുണ്ട്. യുദ്ധം ചെയ്യാനുള്ള പ്രേരണകൾ നൽകുന്നുണ്ട്. ഇവിടെ യുദ്ധം ചെയ്യാനുള്ള പ്രേരണ അർജുനന് കൊടുക്കുമ്പോൾ എല്ലാവരും യുദ്ധം ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ എടുക്കാൻ പാടില്ല. അർജുനന്റെ സ്വധർമ്മമാണ് ക്ഷത്രിയത്വം എന്ന് പറയുന്നത്. ക്ഷാത്രവീര്യമുള്ള ഒരു വ്യക്തിയാണ് അർജുനൻ. അതുകൊണ്ട് അർജുനന്റെ സ്വധർമ്മം അനുഷ്ഠിക്കാനാണ് പറയുന്നത്. നമ്മളോട് യുദ്ധം ചെയ്യാൻ പറയുകയില്ല, കാരണം നമ്മൾ ക്ഷാത്രവീര്യമുള്ളവരല്ല. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ധർമ്മം ചെയ്യുക, ഓരോരുത്തരും അവരവരുടെ സ്വധർമ്മം അനുഷ്ഠിക്കുക. അതുകൊണ്ട് സ്വധർമ്മത്തിൽ മടികൂടാതിരിക്കാനാണ് അർജുനോട് പറയുന്നത്. സ്വധർമ്മത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കുക, സ്വധർമ്മത്തിൽ നിന്ന് ഒളിച്ചോടാതിരിക്കുക. ഇത് അർജുനനോട് പറയുന്നു. അതുകൊണ്ടാണ് അർജുനനോട് യുദ്ധം ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒന്നാമത്തെ ഈ ചോദ്യത്തിൽ തന്നെ വ്യാമിശ്രേണേവ അല്ല ജായസീച്ഛേത്, ജായസി ശ്രേഷ്ഠമാണ്, കർമ്മമാണ് ശ്രേഷ്ഠമെന്ന് അങ്ങ് പറയുക ഉണ്ടായി. അതാണ് അങ്ങയുടെ അഭിപ്രായം. എങ്കിൽ ഈ ഘോരമായ കർമ്മം, ഘോരം എന്ന് വെച്ചാൽ ഭയാനകമായിട്ടുള്ള, ഭീതി ജനിപ്പിക്കുന്ന ആ യുദ്ധത്തിലേക്ക് എന്തിനാ എന്നെ നിയോഗിക്കുന്നത് ഭഗവാനെ? എനിക്ക് ജ്ഞാനത്തിന്റെ മാർഗം ഉറപ്പിച്ചു പറഞ്ഞു തന്നൂടെ എന്ന് ചോദ്യത്തോടു കൂടിയിട്ട് ആരംഭിക്കുന്നു. അർജുനന്റെ ചോദ്യം രണ്ടാമത്തെ ശ്ലോകത്തിലേക്കും പ്രവേശിക്കുന്നുണ്ട്. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. വ്യാമിശ്രേണ ഇവ, വ്യാമിശ്രം എന്നതുപോലെ ഉള്ള വാക്യങ്ങൾ കൊണ്ട്, വാക്യം കൊണ്ട് ബുദ്ധി മോഹേസീവമേ, എൻ്റെ ബുദ്ധി, എൻ്റെ ഉറച്ച ബുദ്ധി മോഹിതമായി തീർന്നതുപോലെ തോന്നപ്പെടുന്നു. തത് ഏകം വദ നിശ്ചിത്യ യേന ശ്രേയോ അഹമാപ്നുയാം. ഏതൊരു അറിവ് കൊണ്ട്, ഏതൊന്നുകൊണ്ട് അഹം ശ്രേയ അപ്നുയാം, ഞാൻ ശ്രേയസ്സിനെ പ്രാപിക്കുമോ? ശ്രേയസ് എന്ന വാക്കിന്റെ അർത്ഥം മനുഷ്യന്റെ പരമമായ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരം, പരമപുരുഷാർത്ഥ സാക്ഷാത്കാരമാണ് ശ്രേയസ് എന്ന് പറയുന്നത്. അത് ഏതാണ് എങ്കിൽ തദേകം വദ നിശ്ചിത്യ, അതിന് കർമ്മമാണോ ജ്ഞാനമാണോ വേണ്ടത് എന്ന കാര്യത്തിൽ എനിക്ക് സന്ദേഹമുണ്ടായിരിക്കുന്നു ഭഗവാനെ. അതുകൊണ്ട് അത് നിശ്ചയിച്ചുറപ്പിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരൂ. ഏതാണ് ഞാൻ ചെയ്യേണ്ടത്? ജ്ഞാനം അനുഷ്ഠിക്കുകയാണോ കർമ്മം അനുഷ്ഠിക്കുകയാണോ? ഇക്കാര്യത്തിൽ ഞാൻ അതീവ സംശയാലുവായിരിക്കുന്നു. അതുകൊണ്ട് അതിന് നിശ്ചയിച്ച് പറഞ്ഞു തരണം. ഇവിടെ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളില് വ്യാമിശ്രത ഉണ്ടെന്ന് അർജുനൻ പറയുകയല്ല. ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളിൽ അർജുനന് വ്യാമിശ്രത തോന്നുകയാണ്. സങ്കീർണത എന്ന് പറയും. വ്യാമിശ്രത എന്ന് പറഞ്ഞാൽ കൂടിക്കലർന്നൊരവസ്ഥ, കൂടിക്കലർന്ന ഒരവസ്ഥ, അതായത് കർമ്മവും ജ്ഞാനവും കൂടിക്കലർന്ന അവസ്ഥ. ആചാര്യസ്വാമികൾ ഇതിന് ഭാഷ്യം എഴുതുന്ന സമയത്ത് ജ്ഞാനകർമ്മ സമുച്ചയ ദോഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്തെന്നാൽ ഒരാൾക്ക് ഒരേ സമയം കർമ്മയോഗിയായിരിക്കുക, കർമ്മനുഷ്ഠിക്കുകയും അതേപോലെ ജ്ഞാനനിഷ്ഠയിൽ ഉറച്ചിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് സംഭാവ്യമല്ല എന്നാണ്. എന്തെന്നാൽ ഇത് രണ്ടും രണ്ട് യോഗ്യതയുള്ളവർക്കുള്ളതാണ്. ഒരാൾക്ക് ഒരേ സമയം രണ്ട് യോഗ്യത ഉണ്ടാകില്ല. കർമ്മയോഗ ചെയ്യുന്നത് ചിത്തശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്, മോക്ഷത്തിനല്ല. അത് പിന്നീട് മോക്ഷത്തിന് കാരണമാകുമെന്നല്ലാതെ ചിത്തശുദ്ധി ആർജിച്ച ഒരാൾക്ക് മാത്രമാണ് ജ്ഞാനപ്രാപ്തി ഉണ്ടാകുള്ളൂ, ജ്ഞാനനിഷ്ഠ കൈവരിക്കാൻ പറ്റുള്ളൂ.
അപ്പോ ഇതിൽ ജ്ഞാനമാണ് മെച്ചമെങ്കിൽ എനിക്കത് തിരഞ്ഞെടുക്കാൻ പറ്റില്ല, എനിക്കത് മതി എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം അതിന്റെ എലിജിബിലിറ്റി എനിക്ക് വന്നിട്ടില്ല. ജ്ഞാനം പരമമായതാണ് എങ്കിൽ എനിക്ക് ജ്ഞാനം മതി എന്ന് നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പണം കൊടുത്ത് വാങ്ങിക്കുന്ന പോലെ ജ്ഞാനം ആർജിക്കാൻ നമുക്ക് പറ്റില്ല. ജ്ഞാനം മതി എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് സ്വയം ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, ഞാൻ അതിന് എലിജിബിൾ ആയിട്ടുണ്ടോ. അത്തരത്തിലൊരു യോഗ്യതാപ്രാപ്തി നമ്മൾ കൈവരിക്കുന്നത് ഈ കർമ്മയോഗയിലൂടെയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അർജുനന് ഈ തോന്നിയ തോന്നല് കുറച്ചുകൂടി ക്ലാരിറ്റി വരേണ്ടതുണ്ട്, തെളിച്ചം ഈ അറിവിനുണ്ടാകേണ്ടതുണ്ട്. ആ തെളിച്ചം ഭഗവാനിൽ നിന്ന് വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ അധ്യായത്തിന്റെ പേര് തന്നെ കർമ്മയോഗ എന്നാണ്. 3-ാം അധ്യായം എത്രമാത്രം പ്രാധാന്യം അതുകൊണ്ട് കർമ്മയോഗത്തിന് കൊടുക്കണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കണം. 2-ാം അധ്യായത്തിൽ കർമ്മയോഗയെ പരാമർശിച്ചുവെങ്കിലും ഒരധ്യായം കർമ്മയോഗയെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട്, എന്താണ് കർമ്മം? ഭഗവത്ഗീതയാണ് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് കർമ്മത്തെ ഇഴപിരിച്ച് മനസ്സിലാക്കുന്ന ഒരു ഗ്രന്ഥം. നമ്മൾ കർമ്മം എന്ന് പറയുമ്പോൾ ഒരുപാട് മാനങ്ങളുണ്ട്. അതിന് വൈശേഷിക ദർശനത്തില് കണാദന്റെ വൈശേഷിക ദർശനത്തില് കർമ്മം എന്ന് പറയുന്നത് ചലനമാണ്. ആ ചലനം തന്നെ പലതരത്തിലുണ്ട്. അത് മുന്നോട്ടുള്ള ചലനം, പിന്നോട്ടുള്ള ചലനം, മുകളിലേക്കുള്ള ചലനം, താഴേക്കുള്ള ചലനം, സമാന്തരമായ ചലനം, ഇങ്ങനെ പലതരം ചലനങ്ങൾ ഉള്ളതായിട്ട് കണാദ മഹർഷി പറയുന്നുണ്ട്. കണാദ മഹർഷിയെ സംബന്ധിച്ചിടത്തോളം അത് വെറും ചലനം മാത്രമാണ്. എന്നാൽ വേദാന്ത ദർശനത്തിലേക്ക് വരുമ്പോൾ കർമ്മം എന്ന് പറയുന്നത് ഫലകാംക്ഷയോട് കൂടിയിട്ട് നമ്മളൊരു കർമ്മം അനുഷ്ഠിക്കുമ്പോൾ ആ ഫലം നമ്മളെ ബന്ധിപ്പിക്കുന്നതായിട്ട് തീരുന്നു. ആ ഫലത്തെ കർമ്മം എന്ന് പറയാം. എന്തെന്നാൽ അതിൽ നിന്ന് സഞ്ചിതമായിട്ടുള്ള കർമ്മഫലം ഉണ്ടാകാം, അതിൽ നിന്ന് ആഗന്തുകമായിട്ടുള്ള കർമ്മഫലം ഉണ്ടാകാം, ആഗാമിയായിട്ടുള്ള കർമ്മഫലം ഉണ്ടാകാം. ആ കർമ്മത്തിന് നിഷ്കാമമായിട്ടും നമുക്കത് ചെയ്തുകൊണ്ട് കർമ്മഫലത്തിൽ നിന്ന് മോചനവും നേടാം. ഇങ്ങനെ കർമ്മത്തിന് മാനങ്ങൾ നിരവധിയാണ്. യാജ്ഞികമായിട്ടുള്ള എല്ലാ അഗ്നിഹോത്രാദികളെല്ലാം കർമ്മങ്ങളായിട്ടെണ്ണം. അപ്പൊ എല്ലാറ്റിനും കർമ്മം എന്ന് പേരുണ്ടെങ്കിലും ഈ കർമ്മത്തിനെ നമുക്ക് കൃത്യതയോടുകൂടി ഇഴപിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരവസരം കൂടിയാണ് ഈ 3-ാം അധ്യായം. അതുകൊണ്ട് വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹേ സീവമേ തദേകം വധ നിശ്ചിത്യ യേന ശ്രേയോഹം അപ്നുയാം. എനിക്ക് ശ്രേയസ്സിനെ പ്രാപിക്കാനുള്ള ആ ഏതൊന്നുകൊണ്ടാണോ എനിക്ക് അത് ലഭിക്കുന്നത് അത് ഉറപ്പിച്ച് പറഞ്ഞു തരണം. കർമ്മമാണോ അല്ലെങ്കിൽ ജ്ഞാനമാണോ എന്ന്. അപ്പൊ ഇതിന് ഉത്തരമായിട്ട് ഭഗവാൻ പറയുന്നു, ശ്രീ ഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഖ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ശ്രീ ഭഗവാൻ ഉവാച, ഭഗവാൻ പറഞ്ഞു, ലോകേ അസ്മിൻ ലോകേ ദ്വിവിധാനിഷ്ഠ, 2 തരം നിഷ്ഠകളുണ്ട് ഈ ലോകത്തില്, 2 മാർഗങ്ങളുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. പുരാ പ്രോക്ത മയാനഖ, അല്ലയോ എന്റെ അനഘ. അനഘ എന്ന പാപരഹിത എന്നാണ്, സംബോധനയാണത്. സാധാരണ നമ്മൾ ചില മതങ്ങളില് വ്യക്തികളെ പാപികൾ എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ എത്ര മാന്യമായിട്ടുള്ള സംബോധനയാണ് ഭഗവാൻ അർജുനനെ ചെയ്യുന്നത്. അനഘ, സിൻലെസ് പേഴ്സൺ എന്നാണ്, പാപരഹിതനായവൻ. നമ്മൾ പാപിയല്ല, പാപരഹിതരാണ്. കാരണം ആത്മാവിനെ നോക്കിയിട്ടാണ് ഈ സംബോധന ചെയ്തിരിക്കുന്നത്. ആത്മാവിൽ പാപമശേഷമില്ല, ശരീരത്തെ നോക്കിയിട്ടല്ല. പുരാ പ്രോക്ത എന്നാൽ വളരെ പണ്ട്, പുരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 2 തരം മാർഗങ്ങളുണ്ട് എന്ന്. ജ്ഞാനയോഗേന സാഖ്യാനാം, സാഖ്യന്മാർക്ക് ജ്ഞാനയോഗവും യോഗിനാം കർമ്മയോഗേന,
യോഗികൾക്ക് കർമ്മയോഗവുമാണ് ആ രണ്ട് മാർഗങ്ങൾ. ഇവിടെ യോഗികൾ എന്ന വാക്കിന് അർത്ഥം കർമ്മം അവർ മുഖ്യമായിട്ട് ജീവിതത്തിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ളവർ. മിക്കവാറും ഗാർഹസ്ഥ്യം ഒരാൾ സ്വീകരിക്കുന്നതിന്റെ പിന്നിൽ ഇനിയും അവന് കർമ്മങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള തോന്നൽ കൊണ്ടാണ്. അവന്റെ ജീവിതത്തിൽ കർമ്മങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നൊക്കെ തോന്നുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരു നാന്ദിയാണ്. എനിക്ക് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല ആത്മസാക്ഷാത്കാരമല്ലാതെ എന്ന് ചിന്തിക്കുന്നവരാണ് സന്യാസത്തിലേക്ക് പ്രവേശിക്കാൻ തോന്നുന്നത്. അപ്പോ സാഖ്യന്മാരെന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനയോഗത്തിലൂടെയും യോഗികൾ എന്ന് പറയുന്ന കർമാവലംബികളായവർക്ക് കർമ്മയോഗത്തിലൂടെയും രണ്ട് മാർഗങ്ങള്, രണ്ട് നിഷ്ഠകള്, നിവൃത്തി ലക്ഷണമായിട്ടുള്ളതും പ്രവൃത്തി ലക്ഷണവുമായിട്ടുള്ള രണ്ട് നിഷ്ഠകള്, മാർഗങ്ങള് ഭഗവാൻ ഉപദേശിച്ചിരിക്കുന്നു. ശങ്കരാചാര്യർ അതിന്റെ ഈ ഭഗവത്ഗീതയുടെ ഉപോദ്ഘാത ഭാഷ്യത്തില് വ്യക്തമായിട്ട് പറയുകയുണ്ടായി, രണ്ട് മാർഗങ്ങളുണ്ട് എന്ന്. അതില് ഈ പ്രവൃത്തി ലക്ഷണത്തോടു കൂടിയിട്ടുള്ള മാർഗമാണ് കർമ്മയോഗ. കർമ്മയോഗ എന്നതുകൊണ്ട് ഇനി കൂടുതൽ വിശദീകരണം അതിൽ വരുന്നുണ്ട്. എങ്ങനെയാണ്, എന്താണ് കർമ്മയോഗ? കർമ്മം ചെയ്യുമ്പോൾ അത് കർമ്മയോഗയായിട്ട് മാറും എല്ലാവർക്കും? അങ്ങനെ മാറണമെന്നില്ല. മാറണമെങ്കിൽ അതില് നിഷ്കാമത വരണം, ഫലേച്ഛയില്ലാതെ അനുഷ്ഠിക്കാൻ കഴിയണം. നമുക്ക് വ്യക്തിഗതമായിട്ടുള്ള ഫലത്തിനുള്ള ആഗ്രഹത്തെയാണ് ഫലേച്ഛ എന്ന് പറയുന്നത്. അത് ഈശ്വരാർപ്പിതമായിട്ട് ചെയ്താലും അത് കർമ്മയോഗയായിട്ട് മാറും. അപ്പൊ ഈശ്വരാർപ്പിതം നമ്മൾ കർമ്മം ചെയ്ത് ഫലത്തിൽ ഇച്ഛയില്ലാതെ ആ കർമ്മത്തിൽ മാത്രമാണ് നമുക്ക് ആധികാരികതയുള്ളത്. അങ്ങനെ ചെയ്യുമ്പോഴാണ്, അങ്ങനെ കർമ്മയോഗ അനുഷ്ഠിക്കുമ്പോഴാണ് അത് ചിത്തശുദ്ധ്യർത്ഥമായിട്ട് ഭവിക്കുന്നത്. അപ്പൊ രണ്ട് വിധത്തിലുള്ള നിഷ്ഠകള് ലോകത്തിലുണ്ടെന്ന് പറഞ്ഞു. അത് സാഖ്യന്മാർക്ക് ജ്ഞാനയോഗവും യോഗികൾക്ക് കർമ്മയോഗയും ആണ് എന്ന് ഭഗവാൻ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. 4-ാമത്തെ ശ്ലോകം. ന കർമ്മണാം അനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ ന ച സന്യസ്സനാദേവ സിദ്ധിം സമധിഗച്ഛതി. ന കർമ്മണാം അനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷഃ അശ്നുതേ ന ച സന്യസ്സനാദേവ സിദ്ധിം സമധിഗച്ഛതി. കർമ്മണാം അനാരംഭാത്, കർമ്മങ്ങളുടെ അനാരംഭം കൊണ്ട്, അനാരംഭം എന്നതിന് തുടങ്ങാതിരിക്കുന്നത് കൊണ്ട്, കർമ്മങ്ങൾ ആരംഭിക്കാതിരിക്കുന്നത് കൊണ്ട് പുരുഷഃ മനുഷ്യന് നൈഷ്കർമ്മ്യത്തെ നാശ്നുതേ, നൈഷ്കർമ്മ്യം പ്രാപിക്കുന്നില്ല. ഈ നൈഷ്കർമ്മ്യം എന്ന പദത്തിന് ജ്ഞാനം എന്നാണ് അർത്ഥം. ജ്ഞാനനിഷ്ഠ, ജ്ഞാനപ്രാപ്തി എന്നാണ് നൈഷ്കർമ്മ്യം എന്ന വാക്കിന്റെ അർത്ഥം. ആത്മാവിന്റെ സ്വരൂപമാണ് നൈഷ്കർമ്മ്യം. ആത്മാവ് അകർമ്മിയാണ്, അകർത്താവാണ്. അതുകൊണ്ട് ആത്മാവിന് കർമ്മമില്ല. ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് നൈഷ്കർമ്മ്യം. അപ്പോ നൈഷ്കർമ്മ്യം ഒരാൾ കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് പ്രാപിക്കുന്നില്ല. യാഗയജ്ഞാദികളിൽ നിന്ന് ഒഴിഞ്ഞുന്നത് കൊണ്ട് ഒരാൾ സന്യാസിയാകുന്നില്ല. സന്യാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ യജ്ഞകർമ്മങ്ങളും ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ യജ്ഞകർമ്മങ്ങളും യാഗകർമ്മങ്ങളും അഗ്നിഹോത്രാദി കർമ്മങ്ങളും ഗാർഹസ്ഥ്യത്തിന്റെ ഭാഗമായിട്ടാണ് അനുഷ്ഠിക്കാറ്. എന്നാൽ സന്യാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ കർമ്മത്തിൽ നിന്നും മോചനം ഉണ്ടാകേണ്ടതുണ്ട്. അതുമാത്രമല്ല, സകാമകർമ്മങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോ നൈഷ്കർമ്മ്യം ലഭിക്കാനായിട്ട്, ആത്മനിഷ്ഠ ലഭിക്കാനായിട്ട് കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് ഒരാൾക്ക് കിട്ടില്ല. അത് കർമ്മങ്ങൾ ബോധപൂർവം ചെയ്യാതിരിക്കുക. നമുക്ക് കർമ്മം ബന്ധിപ്പിക്കുമെന്നുള്ള ഭയമുള്ളത് കൊണ്ട് ആ കർമ്മം ചെയ്യാതിരിക്കുന്നതിലൂടെ നമുക്ക് കർമ്മമോചനം ഉണ്ടാകുമോ? അത് കിട്ടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്.
സന്യസനാദേവ, സന്യസിച്ചത് കൊണ്ട് മാത്രം സിദ്ധിയെ ന സമധികച്ചത് പ്രാപിക്കുന്നില്ല. എന്തിനെ സന്യസിച്ചത് കൊണ്ട്? കർമ്മങ്ങളെ സന്യസിച്ചത് കൊണ്ട്. ചില ആളുകൾ കർമ്മങ്ങൾ തുടങ്ങാതിരിക്കുന്നു, ആരംഭിക്കാതിരിക്കുന്നു, കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാതിരിക്കുന്നു. താമസ ഗുണം കൊണ്ടും പല ആളുകളും കർമ്മങ്ങൾ ചെയ്യാതിരിക്കാം, ഭയം കൊണ്ട് ചെയ്യാതിരിക്കാം, ബന്ധനം ഉണ്ടാകുന്നുള്ള പേടി കൊണ്ട് ചെയ്യാതിരിക്കാം. പക്ഷേ അതുകൊണ്ടൊന്നും ഒരാൾക്ക് ജ്ഞാനപ്രാപ്തി ഉണ്ടാകുന്നില്ല. ജ്ഞാനപ്രാപ്തി ഉണ്ടാകണമെങ്കിൽ, നൈഷ്കർമ്മ്യം ഉണ്ടാകണമെങ്കിൽ ജ്ഞാനം തന്നെ ആവശ്യമുണ്ട്. ജ്ഞാനം എന്നത് ആത്മസ്വരൂപത്തെ അറിയുകയാണ് ജ്ഞാനം. ഈ ആത്മസ്വരൂപത്തെ അറിയുക എന്നുള്ളതിലൂടെ മാത്രമാണ് ഒരാൾക്ക് മോക്ഷം ഉണ്ടാകുന്നുള്ളൂ. സന്യസിച്ചത് കൊണ്ട്, കർമ്മങ്ങളെ ഉപേക്ഷിച്ചത് കൊണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വധർമ്മത്തെ ഉപേക്ഷിച്ചത് കൊണ്ടും ഒരാൾക്ക് സിദ്ധി ഉണ്ടാകുന്നില്ല, ജ്ഞാനസിദ്ധി ഉണ്ടാകുന്നില്ല എന്നുകൂടി ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ ശ്ലോകത്തിലൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഒക്കെ സമൂഹത്തിലെ പല ആളുകളും, ഏതോ ഒരു സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു ശ്രീനിവാസൻ സന്യാസിയാകാനൊക്കെ പോകുന്നത് വീട്ടിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഭയപ്പെട്ട്, അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ കഴിയാതെ, സമൂഹത്തെ അഭിമുഖീകരിക്കാൻ കഴിയാതെ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സന്യാസിയാകാൻ പോകുക. അതൊരു തരത്തിലൊരു ഒളിച്ചോട്ടമാണ്. നമ്മൾ പലരും അങ്ങനെ ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നവരാണ്. ജീവിതത്തിലെ കർമ്മങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ സന്യാസം നല്ലൊരു മാർഗമായിരിക്കുമെന്ന് പലരും വിചാരിക്കുന്നുണ്ട്. അത്തരം ധാരണകൾ വലിയ തെറ്റിദ്ധാരണകൾ തന്നെയാണ്. അർജുനന്റെ മനസ്സിൽ ഉണ്ടായത് ഭിക്ഷാന്തേഹിയായിട്ട് ജീവിക്കുന്നതാണ് ഉത്തമം എന്ന് അർജുനൻ 1-ാം അധ്യായത്തിൽ പറയുകയുണ്ടായി. ഈ ഘോരമായിട്ടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുന്നതിനേക്കാളും ഭിക്ഷാന്തേഹിയായിട്ട് ഒരു സന്യാസിയുടെ ഭാവത്തോടെ ജീവിക്കുന്നതാണ് നാം. പക്ഷെ അത് തെറ്റാണെന്ന് അർജുനനോട് താത്വികമായിട്ട് ഇവിടെ പറയുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അർജുനനൊരു നല്ല യോദ്ധാവാണ്. ആ യോദ്ധാവ് ഗാണ്ഡീവം എറിഞ്ഞു കളഞ്ഞു. മാത്രമല്ല സ്വധർമ്മമായിരിക്കുന്ന ക്ഷത്രിയന്റെ സ്ഥിതി, ആ ക്ഷത്രിയന്റെ നൈപുണ്യം അതെല്ലാം ഉപേക്ഷിക്കുക. അപ്പോ സന്യസിച്ചു എന്ന് പറയാം. സന്യസനാദേവ, അതിനെ സന്യസിച്ചത് കൊണ്ട് മാത്രം ഒരാൾക്ക് മോക്ഷം ഉണ്ടാകുന്നില്ല, മോക്ഷസിദ്ധി ഉണ്ടാകുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നതും കൂടിയാണ് ഈ ശ്ലോകം. ഒരർത്ഥത്തിൽ ഭഗവത്ഗീത നമ്മളുടെ ജീവിതത്തിലെ വികലമായ നമ്മളുടെ വീക്ഷണത്തെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തതയുള്ള ശുദ്ധമായ ഒരു ജീവിത വീക്ഷണത്തിന്റെ അവബോധം നൽകുന്നു. ഈ അവബോധം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സാമൂഹിക ജീവിതത്തിലും ഉത്തരവാദിത്വത്തോടുകൂടി നിഷ്കാമകർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ചിത്തശുദ്ധ്യർത്ഥം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് ഒരു സാധനയായിട്ട് എടുക്കണം. ജീവിതം തന്നെ ഒരു സാധനയാണ്, ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ആണത്. അത്തരത്തിൽ ജീവിതത്തെ ആകവേ ഒരു സാധനയായി കണ്ടുകൊണ്ട് എല്ലാറ്റിലും കർമ്മയോഗയുടെ ആ മനോഹരമായിട്ടുള്ള മനോജ്ഞമായിട്ടുള്ള ആ അനുഭൂതിയെ നിറച്ചുകൊണ്ട് ജീവിതത്തെ സഫലമായ ഒരു മാർഗത്തിലേക്ക് കൊണ്ടുപോകുക എന്നത് നാം പഠിച്ചെടുക്കേണ്ടുന്ന ഒരു കല കൂടിയാണ്. ആ കലയാണ് ഭഗവാൻ ഈ 3-ാം അധ്യായമായിട്ടുള്ള കർമ്മയോഗയിലൂടെ പകർന്നു തരുന്നത്. അതുകൊണ്ട് കർമ്മങ്ങൾ സന്യസിച്ചത് കൊണ്ട് ഒരാൾ മുക്തനായിട്ട് തീരില്ല. അങ്ങനെയായിരുന്നെങ്കിൽ പല ആളുകളും ഒരു കർമ്മങ്ങളും ചെയ്യാതെ ചുമ്മാ ഇരിക്കുന്നുണ്ടല്ലോ. രമണ മഹർഷിയുടെ അടുത്ത് വരുന്ന സാധകരോടും ജിജ്ഞാസുക്കളോടും ഒക്കെ പറയുന്ന ഒരു ഉപദേശമാണ് ചുമ്മാ ഇരിക്കാനായിട്ട്. പക്ഷെ മഹർഷി പറയുന്നത് അത് വേറൊരു അർത്ഥത്തിലാണ്. പക്ഷെ പലരും അത് കരുതുന്നത് എവിടെയെങ്കിലും ഒന്നും ചെയ്യാതെ ചുമ്മാ ഇരിക്കാനാണ്. ഒരർത്ഥത്തിൽ അങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല എന്നുള്ളതാണ്. കാരണം നമ്മളിലെ പ്രകൃതി ഗുണങ്ങൾ നമ്മളുടെ അകത്ത് കർമ്മങ്ങൾ ചെയ്യിക്കുന്നുണ്ട്. ഒരാൾ സർവകർമ്മങ്ങൾ ഉപേക്ഷിച്ചിട്ട്, സർവധർമ്മങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഒരു ഗുഹയിൽ പോയിരിക്കുന്നു. വീട്ടിൽ ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്,
3-4 പെൺപിള്ളേരെ കെട്ടിച്ചയക്കാനുള്ള ഒരു അച്ഛന്റെ അവസ്ഥ. അയാൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അയാൾ അതുകൊണ്ട് തന്നെ ഒരു സന്യാസിയായി തീരും. അപ്പോ ഈ പെൺകുട്ടികൾ ഭാരമായിട്ട് തീരുന്ന ഒരു ലോകമുണ്ട്. ഇന്നത് കുറഞ്ഞു വന്നിട്ടുണ്ട്. പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഒരു പെൺകുട്ടി പിറക്കുമ്പോ ആ പെൺകുട്ടിയെ കെട്ടിച്ചയക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടായിരിക്കും പേരൻസുകളിൽ ഉണ്ടാകുക. അത്തരം അച്ഛന്മാര് സന്യസിക്കാൻ ആഗ്രഹിക്കാറുണ്ട്. ഇവിടെ അർജുനൻ ഒരർത്ഥത്തിൽ അത്തരത്തിൽ പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ ഭാരം തോന്നിക്കുന്ന അച്ഛന്മാര് സന്യസിക്കാൻ ശ്രമിക്കുന്നത് പോലെ അർജുനനും സന്യസിക്കാൻ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ട്? ബന്ധുജനങ്ങൾ യുദ്ധത്തിൽ വധിക്കപ്പെടുകയാണെങ്കിൽ അത് തൻ്റെ ദുഃഖമായിട്ട് മാറും, വേദനയായിട്ട് മാറും എന്നുള്ളൊരു ഭീതിയാണ് അർജുനനെ അങ്ങനെ പ്രേരിപ്പിക്കുന്നത്.